എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശിശുദിനാണ്, ചിൽഡ്രൻസ് ഡേ. അപ്പോൾ അനഘയുടെ സ്കൂളിൽ ഈ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരികയാണ്. കുട്ടികളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരുടെ ആ ഒരു എനർജി ഫീൽഡിൽ ചെല്ലുമ്പോൾ തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇന്ന് അവരുടെ പ്രോഗ്രാമുകളൊക്കെ കണ്ട് ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നാദാനന്ദജിയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് 14ാമത്തെ അധ്യായമാണ്. ഞാനത് ആദ്യമായിട്ടാണ് വായിക്കുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. കാരണം ഒറ്റയടിക്കിരുന്ന് ഒരു പുസ്തകം മുഴുവനും വായിക്കാൻ എനിക്ക് പറ്റാറില്ല. കാരണം അതിലൊക്കെ ഒരുപാട് അഗാധമായ കാര്യങ്ങളുണ്ട്. അത് ഒരു കഥ പോലെ വായിച്ചു പോകാൻ എനിക്ക് പറ്റാറില്ല. ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത ചാപ്റ്റർ വായിക്കുന്നത്. അതുപോലെയാണ് ഇന്നും സംഭവിച്ചത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ കുറേ അറിവുകൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ആ ഒരു അധ്യായം കേട്ടവർക്ക് അറിവുകൾ കിട്ടിക്കാണും. പക്ഷേ എൻ്റെ ഈ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു ടീച്ചറായിട്ട് നിന്നോ ആചാര്യയായിട്ട് നിന്നോ ഒന്നുമല്ല. ഞാൻ നിങ്ങളുടെ സഹയാത്രികയായിട്ട് നിന്നുകൊണ്ട് എൻ്റെ യാത്രാനുഭവങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. കാരണം എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള പലരും നല്ല നല്ല എന്താ പറയുക കർമ്മങ്ങൾ ചെയ്യുന്നവരും ആധ്യാത്മികമായിട്ട് ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയൊക്കെ ഉയർന്നു നിൽക്കുന്നവരുമുണ്ട്, തുടക്കക്കാരുണ്ട്, ഒരുപാട് ദുഃഖിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരും. അപ്പോൾ അവർക്കൊന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനകരമാവുമെങ്കിൽ പ്രയോജനകരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ആ അറിവ് ഗുരു പകർന്നു തരുന്നത് മാത്രമല്ല, ഗുരു പലരിലൂടെയും നമ്മളിലേക്ക് എത്തും. ആ ഒരു അനുഭവം പലർക്കും ഉണ്ടാവും. കാരണം ഗുരു തന്നെ പറഞ്ഞു തരില്ല, ഗുരുവിൻ്റെ മറ്റു ശിഷ്യന്മാരിലൂടെ ചിലപ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ കിട്ടിയെന്നിരിക്കും. ഗുരുവിൻ്റെ എന്താ പറയുക സെറ്റിൽ പ്രസൻസ്, ഗുരുവിൻ്റെ ഗ്രോസ് ബോഡി അല്ല, സ്ഥൂല ശരീരം അല്ല, സെറ്റിൽ പ്രസൻസ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നാദാനന്ദജിയുടെ ആ ഒരു അനുഭവമാണ് അതിൽ നാദാനന്ദജി പങ്കുവയ്ക്കുന്നത്. അതായത് താരാമയി അമ്മ അദ്ദേഹത്തിന് കൊടുത്ത അനുഭവം. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ശിഷ്യന് അനുഭവങ്ങളാണ് കിട്ടുന്നത്. ഗുരു പറയുകയല്ല ചെയ്യുന്നത്. ആദ്യം അനുഭവങ്ങൾ തരും, പിന്നെ ആ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും പതുക്കെ പതുക്കെ. അപ്പോൾ ആ അനുഭവങ്ങളാണ് നമ്മുടെ മുതൽക്കൂട്ട്, ആ അനുഭവങ്ങളാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് മുമ്പ് വന്നവർ, ഗുരുവിൻ്റെ അടുത്ത് പിന്നീട് വരുന്നവർ, അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുന്നത് എന്താ പറയുക, ഇന്നലത്തെ എന്നെ ഇന്നത്തെ ഞാൻ കളിയാക്കുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ കോളേജുകളിലൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, റാഗിങ് എന്ന് പറഞ്ഞിട്ട്. ഈ റാഗിങ് ചെയ്യുന്നത് ഒരു വർഷം സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ റാഗ് ചെയ്യും. കേരളത്തിലൊക്കെ അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്ന കുട്ടികൾ പറയും ഇപ്പോഴും അവിടെ റാഗിങ് ഉണ്ടെന്ന്. അതിന് അവരെ സ്വയം കണ്ടെത്തുന്ന ന്യായം, ഞങ്ങൾ നിങ്ങളെക്കാളും ഒരു വർഷം മുമ്പ് ജനിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം മുമ്പ് ജനിച്ചതുകൊണ്ട് പിന്നീട് വരുന്നവരെ അവർ കളിയാക്കുക, അപമാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ്. ആധ്യാത്മികതയുടെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നവർ അവരവർ പോകുന്ന രീതി മാത്രമാണ് ശരിയെന്ന് ധരിച്ച് പലരെയും വഴിതെറ്റിക്കും. ഒരു ഗുരുവിന്, അതായത് ആത്മജ്ഞാനിയായ സത്യം കണ്ടെത്തിയ ഒരു ഗുരുവിന് ഒരു ശിഷ്യൻ, അത് മുമ്പിൽ നിൽക്കുന്നതാകാം ദൂരെയുള്ളതാകാം, അവർ ഏത് തലത്തിൽ നിൽക്കുന്നു, അവർക്ക് ഏത് തരം സാധനയാണ് വേണ്ടത് എന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതാണ് ഇവിടെ താരാമയി അമ്മയും നാദാനന്ദജിയും തമ്മിലുള്ള ഈ ഒരു അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആത്മജ്ഞാനി അല്ലാത്ത ഒരു ഗുരു വളരെ ജനറലൈസ് ചെയ്യുമ്പോൾ പറ്റുന്ന, ആത്മജ്ഞാനി അല്ലാത്തവരെ ഗുരു എന്നല്ല ആചാര്യൻ അല്ലെങ്കിൽ ആചാര്യ എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. അവര് എന്താ പറയുക, സ്വന്തം പാത മാത്രം ശരിയെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പലരുടെ രൂപത്തിലും കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ എന്താ അറിവുകൾ ധാരാളം കിട്ടുന്നുണ്ട്. ഈ അറിവുകൾ ഓരോരുത്തരുടെയും അനുഭവ തലത്തിൽ നിന്നിട്ട് അവർ പറയുന്നതാണ്. അത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് സ്യൂട്ട് ചെയ്യാത്ത, അതായത് നമ്മുടെ ലെവലിനെ യോജിക്കാത്ത സാധനാ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ ക്ലേശവും കഷ്ടവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇത് ഭഗവത്ഗീതയിലെ എല്ലാ തരത്തിലുള്ള അറിവുകളും ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാധനയും സാത്വികമല്ല, അത് ആസുരികമാണെന്ന് പറയുന്നുണ്ട്.
അപ്പൊ ശരീരത്തെ ക്ലേശിപ്പിക്കുക എന്ന് പറയുന്നത് ശരീരബോധം ഇല്ലാതെ ആവുമ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെയും അല്ലാതെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ സ്വന്തം ശരീരത്തെ നിലനിർത്താൻ പോലും ഭക്ഷണം കഴിക്കാതെ നമ്മൾ എന്താ പറയാ യോഗയ്ക്കോ അല്ലെങ്കിൽ ധ്യാനത്തിനോ അതും അല്ലെങ്കിൽ കർമ്മയോഗത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകുന്നേ ഉള്ളൂ, നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. കാരണം നിരന്തരമായിട്ട് എന്താ പറയുക ഉപവാസം എല്ലാം എടുത്ത് ശരീരത്തെ ക്ഷീണിപ്പിച്ച് ആരോഗ്യം ഇല്ലാതെയായി പോകുന്ന ചിലരുണ്ട്. അങ്ങനെ 1-2 പേര് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് യോജിച്ചാണോ എന്നും കൂടി നോക്കുക. ശരീരത്തെ ക്ലേശിപ്പിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ഷിർദി സായിബാബ എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വിശന്ന് എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുക, ഉപവാസമല്ല ആവാം, പക്ഷെ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്ന വിധത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് ഷിർദി ബാബ കാണിച്ചു തന്നിട്ടുള്ള പാഠം. പിന്നെ ഈ ഉപവാസമെല്ലാം എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സഹനം അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ഷമ. കാരണം ഉപവാസം എടുക്കുമ്പോൾ പലപ്പോഴും വീട്ടമ്മമാരെ ആ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടാവും. അതിനോടുള്ള ആ മമത, ശരീരത്തിനോടുള്ള മമത, വിശപ്പ് അടക്കി നിർത്താനുള്ള ക്ഷമ, ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപവാസം. പിന്നെ വിശക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും, വിശക്കുമ്പോഴല്ലേ നമുക്ക് ആ വിശന്ന് ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, അപ്പോഴാണ് നമ്മൾ ഭക്ഷണം എടുത്ത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം. അപ്പോൾ നാദാന്തചരി ഈ ഒരു അനുഭവത്തിൽ ഇത് കുറേ ദിവസങ്ങളായിട്ട്, അതായത് ഒരു മാസത്തോളം എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ക്രിയ, നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പേര് ഇപ്പോൾ ക്രിയ ഇനീഷ്യേറ്റ്സ് ഉണ്ട്. അവർ പലരും ഈ ക്രിയ സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ചില അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തു. അതായത് ചില രൂപങ്ങൾ കാണുന്നു, ചില നെഗറ്റീവ് തോട്ട്സ് വരുന്നു, അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നു, ചില ഡ്രീംസ് വരുന്നു, ചിലർ നേരിട്ട് കണ്ടു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്രിയ ചെയ്യുന്നതിന് മുൻപും ഈ സാധനകൾ ചെയ്യുമ്പോൾ, നാമജപമാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ എന്താ പറയുക പാസ്റ്റ് ലൈഫ് ഇംപ്രഷൻസ് പുറത്തേക്ക് വരുന്നതാണ് എന്നാണ്. അപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈലാസനാഥൻ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. അത് ഏകദേശം നല്ലൊരു അവയർനെസ് തരുന്ന ഒരു സീരിയലാണ്. പക്ഷെ അതിനെ നമ്മൾ ചിന്തിക്കണം, ഇതെന്താണ് ഇതിൻ്റെ തത്വം എന്നുള്ളത്. ഒരു കഥ, എപ്പോഴോ നടന്ന ഒരു കഥ. ശിവൻ അനാദിയാണ്. അപ്പോൾ എപ്പോഴോ ഒരു സ്ഥലം, കൈലാസം എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയോ ഇരുന്നിട്ട് ശിവനും പാർവതിയും തമ്മിലുള്ള പ്രണയവും അവരുടെ വിവാഹം, അങ്ങനെ ആ രീതിയിൽ അത് കാണുകയാണെങ്കിൽ അത് അവിടെ നിൽക്കുകയുള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ആന്തര അർത്ഥമുണ്ട്. അപ്പോൾ അതിൽ ഒരു ഭാഗം എത്തുമ്പം പാർവതി തപസ് ചെയ്യാണ്. പാർവതി തപസ് ചെയ്ത് തുടങ്ങിയപ്പോൾ, ഇതാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ, പാർവതി തപസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ നിലവിളികൾ കേൾക്കാണ്, രക്ഷിക്കൂ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അവിടേക്ക് പോവരുത്, ഒരു പ്രത്യേക സ്ഥലമാണ്, അവിടേക്ക് പോവരുത് എന്ന് ശിവൻ പാർവതിയോട് നിർബന്ധമായിട്ടും പറയുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ധ്യാനിക്കാൻ പറ്റുന്നില്ല പാർവതിക്ക്. അവിടെ പോയിട്ട് ആരാണ് ഈ കരയുന്ന സ്ത്രീരൂപങ്ങൾ എന്നറിയാനായിട്ട് പാർവതി ജിജ്ഞാസുവായിട്ട് പോയിട്ട് നോക്കുമ്പോൾ കുറേ രൂപങ്ങളാണ്. എന്താ പറയുക, മരിച്ചു പോയവർ, പ്രേതാത്മാക്കൾ, അങ്ങനെ കുറേ. ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ ആർത്ത് കരയുകയാണ്. അപ്പോൾ പാർവതിക്ക് വിഷമമായി. പാർവതി വന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അവരെ രക്ഷിക്കാൻ എന്താണ് മാർഗം? എനിക്ക് രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ശിവൻ പറയുകയാണ്, പാർവതി, അത് മറ്റാരുമല്ല, നിന്റെ പൂർവ്വജന്മങ്ങളാണ്. അവരെ രക്ഷിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. അവരെ രക്ഷിക്കണമെങ്കിൽ നീ സാധന ചെയ്തേ പറ്റുമെന്ന്. അങ്ങനെ പാർവതി സാധനകൾ ചെയ്ത് ആ പൂർവ്വജന്മങ്ങളിലെ ആ വാസനകളിൽ നിന്നൊക്കെ മുക്തമാവുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിയയെ പറ്റി സംശയം വന്നപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കൈലാസനാഥനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ എന്തെങ്കിലും രൂപം വന്ന് നിൽക്കുമോ, നിങ്ങൾക്ക് ഭയം ഉണ്ടാവുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാവുമെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പൂർവ്വജന്മ സ്മരണകളോ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വെളിയിലുള്ള ഒരു ഫോഴ്സായിട്ട് കാണുന്നത് നമ്മുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഒരു തരത്തിൽ. കാരണം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്,
ഞാനിങ്ങനെ സാധന ചെയ്ത് സ്പിരിച്വലി ഗ്രോ ചെയ്യുമ്പോൾ പുറത്തുള്ള കുറേ നെഗറ്റീവ് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പോയാൽ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഭൂമിയിലെ നെഗറ്റീവ് എനർജി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ സാധന ചെയ്യുമ്പോൾ 90% ഉണ്ടാകുന്ന ഈ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെയുള്ളതാണ് എന്ന് ഞാൻ അന്നത് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗം വായിച്ചപ്പോഴും അതിൽ താരാമയ്യമ്മ പറയുന്നുണ്ടല്ലോ, നിനക്ക് ചുറ്റും നൃത്തം ചെയ്യുന്ന ഈ ആൾക്കാര് നിന്റെ മുജ്ജന്മവാസനയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വേറൊരു അർത്ഥത്തിൽ ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ കൈലാസനാഥനിൽ അതെന്താ വെച്ചാൽ കൈലാസനാഥൻ കുറേ പ്രാവശ്യം കാണാൻ കാരണം അനക്കയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയല്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം എന്ന് വെച്ചാൽ സതി ദക്ഷയാഗത്തിന് പോയിട്ട് അവിടെ അപമാനിതയായിട്ട് ശരീരം സ്വയം എന്താ പറയുക യോഗാഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഒരു ഭാഗം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ആ പരാശക്തി രൂപം വരുന്നുണ്ട്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിരുന്ന് കാണുന്നതാണോ, എപ്പോഴും കാണുന്നതാണോ. അതെന്ന് വെച്ചാൽ ആ ദേവിയുടെ ആ ശക്തി ആദ്യമായിട്ട് പ്രകടമാകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അതൊരു ഭയങ്കര നല്ലൊരു മൊമെൻ്റാണ്, മൊമെൻ്റാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ സ്ത്രീയും അവരവരുടെ ശക്തി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ എന്താ പറയുക, സതിയും പാർവതിയും തമ്മിലുള്ള ആ ദൂരം എന്ന് പറയുന്ന ദേഹാഭിമാനത്തിൻ്റെതായ ഒരു ദൂരമാണ്. സതി എന്ന് പറയുന്നത് മനുഷ്യനായിട്ടുള്ള, അതായത് ബ്രഹ്മപുത്രൻ എന്നാണ് പറയുന്നതെങ്കിലും പ്രജാപതിയായിട്ടുള്ള ദക്ഷന്റെ മകളായിട്ടാണ് വരുന്നത്. ദക്ഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കി പ്രജകളെ ഭരിക്കുന്ന ആളാണ്. അപ്പോൾ അത് ആ സംസ്കാരം എപ്പോഴും ആ ഒരു സീരിയലിൽ എപ്പോഴും പറയുന്നൊരു കാര്യം സംസ്കാരം. പക്ഷെ ശിവൻ എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരത്തിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, അതായത് പരബ്രഹ്മം. അപ്പോൾ ആ ഒരു അതിലേക്ക് സ്വന്തം പുത്രിയെ വിടാനായിട്ട് ദക്ഷന് താല്പര്യമില്ല. സതിക്കാണെങ്കിലും ഇതിൻ്റെ ഒരു ആ ദക്ഷന്റെ മകളായിട്ട് ജനിച്ചതിൻ്റെ സംസ്കാരങ്ങൾ സതിയിലുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ് സതിയും ശിവനും തമ്മിലുള്ള ആദ്യത്തെ ആ ഒരു ബന്ധത്തിൽ വരുന്നത്. ശിവൻ പറയുന്നത് ശിവനോട് സ്നേഹമാണ് സതിക്ക്, പക്ഷെ ശിവൻ പറയുന്നത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ദക്ഷയാഗത്തിന് പോകരുത് എന്ന് പറയുമ്പോഴും സതി പോകുന്നത്. അതായത് ബന്ധുജനങ്ങളോടുള്ള മമത. അതപ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ആധ്യാത്മിക പാതയിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, മമത വിടില്ല. കാര്യമൊക്കെ ശരിയാണ്, നമുക്കറിയാം ഈ മമത എല്ലാം വിട്ട് മുമ്പോട്ട് പോയാലേ ആധ്യാത്മികമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ സമൂഹം എന്ത് പറയും, അവരെ അക്സെപ്റ്റ് ചെയ്യണ്ടേ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണ്ടേ, നമ്മുടെ മാതാപിതാക്കള് സഹോദരങ്ങളൊക്കെ പറയണത് കേൾക്കണ്ടേ എന്നൊക്കെയുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആദ്യം ഉണ്ടാവും. അതായത് ഒരു ഗുരുവിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ചെന്നിക്കുന്നതെന്ന് വിചാരിക്കുക, ഉള്ളിലുള്ള കാര്യം വിടുക. ഫസ്റ്റ് നമ്മൾ പുറമേ ഉള്ള ഗുരുവിനെ വിചാരിക്കുക. ആ ഗുരുവിനെ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ കളിയാക്കി തുടങ്ങും. ആദ്യം പറയാം ആൾ ദൈവം. അത് സത്യത്തിൽ അവർ പറയുന്നത് സത്യമാണ്, ആള് ദൈവമാണ്. പക്ഷേ ആൾ ദൈവം എന്ന് വളരെ പുച്ഛിച്ചോട്ടായിരിക്കും പറയുക. അപ്പോൾ അഴികെ നമുക്ക് ആദ്യം ഒരു നമ്മൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ ഇവർ പറയണേലും കാര്യമുണ്ട്, നമ്മളൊന്ന് കളിയാക്കുവാണോ, നമ്മൾ ബന്ധുജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ, ഇപ്പം ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പൊ ഈ മാനാഭിമാനങ്ങളുടെ ഇടയിൽ നമ്മൾ പെടുകയാണ്. അതാണ് സതിക്ക് അവിടെ ചെന്ന് ദക്ഷൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശിവനെ അപമാനിച്ചപ്പോൾ ആ അപമാനം ശിവന് പ്രശ്നമല്ല, ശിവന് ഒരു പ്രശ്നമില്ല. അത് കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിലെത്തിയ ആളാണ്. അത് വേറെ ഒരാളും അല്ല, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ഇതാണെന്ന് നമുക്ക് പിന്നീട് പതുക്കെ മനസ്സിലായി വരും. പക്ഷെ ഒരു കഥയായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ സതിക്ക് അതിൽ അപമാനം തോന്നി. അപ്പോൾ സതി എന്താ പറയുക, സതി സത്യത്തിലെ യാഗാഗ്നിയിൽ അങ്ങ് ദഹിപ്പിക്കുക. പക്ഷെ സതിക്ക് അത് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം എൻ്റെ ഉള്ളിൽ ഈ ഒരു ശക്തി ഉണ്ടെന്ന്. പാർവതിയായിട്ട് പുനർജനിക്കുകയാണ്. പക്ഷെ പുനർജനിക്കുന്ന പാർവതിക്ക് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ട്. എന്താ പറയുക, ആ ഒരു പരമാത്മാവിൽ ഇതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി എൻ്റെ അനുഭവമാണ് എന്ന് മുമ്പോട്ട് പോകാനുള്ള ശക്തി പാർവതിക്കുണ്ട്. അതാണ് സതിയും എന്താ പറയുക പാർവതിയും തമ്മിലുള്ള ആ ഒരു അന്തരം അത്രേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓരോ കൺസെപ്റ്റും ബ്രേക്ക് ചെയ്ത് നമ്മൾ ഈ സ്പിരിച്വൽ ഗ്രോത്തിൽ പോകുമ്പോൾ പല പ്രാവശ്യം നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഓരോ കൺസെപ്റ്റും ബ്രേക്ക് ആവുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ബ്രേക്ക് ആവുമ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഞാൻ മുറുക്കി പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പല പ്രാവശ്യം പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പലതരത്തിൽ സതിയാവുന്നുണ്ട് ഒരു ജീവിതത്തിൽ. പലതരത്തിൽ ആ ഒരു ചിത, അതാണ് അവധൂതന്റെ ചിത എന്നുള്ള ആ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് അതാണ്. കാരണം ഞാൻ ഇത് തന്നെ ഒരു 3 ആഴ്ച മുമ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഗ്രൂപ്പിൽ നിന്ന് വന്നു. അതായത് നമുക്ക് ചില ഡിവൈൻ എക്സ്പീരിയൻസസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ഇത് നമ്മളൊക്കെ ഷെയർ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കാലാണ് ഷെയർ ചെയ്യണമെന്ന് ഗുരു പറയുന്നത്. എപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസിൻ്റെ ഈഗോ വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് ടെസ്റ്റുകളും വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ വിശ്വാസം ഉറച്ചോ എന്നുള്ള ടെസ്റ്റാണ്. പക്ഷെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിനെ മുറുക്ക പിടിക്കുക. പലപ്പോഴും നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളായിരിക്കും. ഇത് കൈലാസ് വിത്ത് മോഹൻജി എന്നുള്ള ആ ആദ്യത്തെ കൈലാസ യാത്രയ്ക്ക് പോയവർക്ക് എക്സാക്ട്ലി മനസ്സിലാവും. കാരണം അത് കഴിഞ്ഞപ്പോൾ വലിയൊരു ഷെയ്ക്കിംഗ് നടന്നു. മറ്റുള്ളവരുടെ വാക്കുകളെ വിശ്വസിച്ചവർ ആ ഗ്രൂപ്പിലില്ല. പക്ഷെ അവനവൻ്റെ എക്സ്പീരിയൻസിനെ മുറുക്ക പിടിച്ചുകൊണ്ട് ഓക്കെ ഈവൻ ഷെയ്ക്കിംഗ് നടക്കുമ്പോഴും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക. അത് വളരെ പ്രധാനമാണ്. നമുക്കിപ്പോൾ ഗുരുവിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയെ പറ്റി ഡിവിനിറ്റിയെ പറ്റി നമുക്ക് ഡൗട്ടുള്ള സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ വഴിതെറ്റിക്കുകയാണെങ്കിൽ അത് വലിയൊരു പാപമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ഗ്രൂപ്പിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ചിലരുണ്ട് അവർ വീണ്ടും വീണ്ടും അവരുടെ ഡൗട്ട്ഫുൾ മനസ്സ് വെച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പല പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യല്ലേ. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. അല്ലാതെ ഇത് ഒരു ജനറലൈസ് ചെയ്ത് നിങ്ങൾ പറയരുത്. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ എനിക്കറിയാം പല സ്ത്രീകളും വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആ ഒരു ഫെയ്ത്ത് മോഹൻജി കൂടെയുണ്ട്, ഗുരു കൂടെയുണ്ട്, ഗുരുവായൂരപ്പൻ കൂടെയുണ്ട് എന്ന് ആ ഒരൊറ്റ പിടിവള്ളിയിൽ പിടിച്ച് ജീവിക്കുന്നവരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ആത്മഹത്യയുടെ വക്കത്ത് വരെ വന്ന് നിന്നവർ തിരിച്ച് ബാബ പിടിച്ചു കൊണ്ട് പോന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഷെയ്ക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പ്രത്യേകം ഗ്രൂപ്പിൽ വീണ്ടും വീണ്ടും പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ മുറുക്കെ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് 4 ആൾക്കാർ നമ്മളോട് ചോദിക്കുമ്പോൾ അവസാനം അവരുടെ ഡൗട്ട് കേട്ടിട്ട് പിന്നെ നമ്മളുടെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടാവരുത്. നമ്മൾക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ശക്തിയും നമ്മുടെ അനുഭവങ്ങളാണ്. അപ്പം ആ അനുഭവങ്ങളെ മുറുക്കെ പിടിക്കാനുള്ള പാകത വന്നിട്ടില്ലെങ്കിലും മിണ്ടാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ അത് ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ മനസ്സിലാകും. ഞാനിപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയുക, ഞാൻ ഒരു സഹയാത്രികയുടെ, കാരണം ഞാൻ കടന്നു പോകുന്ന വഴികൾ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെക്കാളും മുകളിലും അല്ല താഴെയല്ല. കാരണം ഇങ്ങനെയുള്ള ഷെയ്ക്കിങ് നടന്നപ്പോൾ ഫെയ്ത്ത് ഇളകിയ സംഭവം എനിക്കുണ്ട്. പക്ഷെ ഞാനപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ 2014 to 2020 ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ പലയിടത്തും നടക്കുന്ന ചില കാര്യങ്ങളുടെ പ്രകമ്പനം എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു, മിണ്ടിയിട്ടില്ല. ഞാൻ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊന്നും സ്പിരിച്വാലിറ്റിയെ പറ്റിയോ ഗുരുവിനെ പറ്റിയോ ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഷേക്കിംഗ് നടക്കണ്ടായിരുന്നു. അത് കുറേ നാൾ കഴിഞ്ഞ് അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയായിരിക്കും. നമുക്ക് ഉറച്ച് എന്തെങ്കിലും പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുകയായിരിക്കുന്നല്ല. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കൂടെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കി അവരുടെയും വിശ്വാസം കളഞ്ഞ് എന്തിനാണ് ആ ഒരു കർമ്മം കൂടെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സൈലൻ്റ് ആവും. ഉത്തരം തന്നെ വരും. ഗുരു കൊണ്ട് എത്തിക്കും നമ്മുടെ കയ്യിൽ ഉത്തരം. അപ്പോൾ ഈ നെഗറ്റിവിറ്റി ആണ് കൂടുതലും സ്പ്രെഡ് ആവുക. പോസിറ്റിവിറ്റിയൊക്കെ കൂടുതൽ ഓക്കെ നെഗറ്റീവ് ഫോഴ്സ് അറ്റാക്ക് ഉണ്ടാകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാനായിട്ട് ആൾക്കാരുണ്ടാവും. നല്ലത് പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ആൾക്ക്, ഇപ്പോൾ ഈ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ, ഓരോ സ്ഥലത്തും അതേ രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇപ്പോൾ ഈ ജെറുസലേമിൽ അല്ലെങ്കിൽ
ആ ഒരു ഭാഗങ്ങളിൽ ഞാൻ ദൈവപുത്രനാണ് എന്ന് യേശുക്രിസ്തു കുറച്ച് നാൾ പറഞ്ഞപ്പോഴേക്കും മരക്കുരിശിൽ കയറ്റി, ആ കുരിശും ചുവന്ന മലയിൽ കയറ്റി യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പ്രഭാഷണം നിർത്തിച്ചു. ഞാൻ ദൈവവുമായിട്ട് ഒന്നാന്നല്ല പറഞ്ഞത്, പതുക്കെ ഒന്ന് പറയായിരുന്നു, ഞാൻ ദൈവപുത്രനാണ്, ഞാനും പിതാവും ഒന്ന് എന്നൊക്കെ പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെയുള്ളവർക്ക് അത് അപ്പോഴേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എത്ര രീതിയിൽ ടോർച്ചർ ചെയ്യാൻ പറ്റും അത്രയും നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ട് അവർ ആ പറച്ചിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാവരും പാപികളാണ്, ശരി, നിങ്ങളുടെ എല്ലാം പാപം വീണ്ടും വീണ്ടും കുരിശിൽ കയറി ജീസസ് ക്രൈസ്റ്റ് ഏറ്റെടുത്തോളും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറയിപ്പിക്കുക ചെയ്തത്. അതായത് ഇപ്പോഴും ആൾക്കാരുടെ വിശ്വാസം നമ്മൾ തെറ്റ് ചെയ്തിട്ട് പോയി കുമ്പസരിച്ച് കഴിഞ്ഞാൽ അതല്ലേ ജീസസ് ക്രൈസ്റ്റ് ഏറ്റെടുത്തോളൂ. അത് ഞാൻ പറയുന്ന ജീസസ് ക്രൈസ്റ്റ് മാത്രമല്ല, ഇപ്പോഴുള്ള ഗുരുക്കന്മാർക്കുടെയും റോൾ അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ ബി റെസ്പോൺസിബിൾ, നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തർ പൊഴിഞ്ഞു പോണത് കാണാം. അപ്പോൾ എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും. അത് ശരി, ഈ ഗുരുവിൻ്റെ പുറകെ നടന്നിട്ട് ഗുരു ഞങ്ങളുടെ കർമ്മം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗുരുവിനെ ഫോളോ ചെയ്യണേ? ഗ്രൂപ്പിൽ നിന്ന് പോകണമാണ്. അപ്പോൾ അതാണ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ഏറ്റെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കണം ഗുരുക്കന്മാർ. പക്ഷേ ഇപ്പോൾ ഒരു എന്താ പറയുക, ഭാരതത്തിൽ പൊതുവേ സനാതന ധർമ്മത്തിൻ്റെ ഇതിൽ ഈ പുനർജന്മം, കർമ്മം എന്നുള്ളതും ഒക്കെ ഒരു അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഈശ്വരനാണെന്ന് പറയാനായിട്ട്, ഞാനും ദൈവവും ഒന്നാന്ന് പറയാൻ ഗുരുക്കന്മാർക്ക് കഴിഞ്ഞിരുന്നു. എങ്കിലും ഇപ്പോഴും നമുക്കറിയാം പല ഗുരുക്കന്മാരുടെയും അവസ്ഥ, കേസും കൂട്ടവും കോടതിയും ഒക്കെ ആയിട്ട്. എങ്കിൽ പോലും ഭാരതത്തിൽ പിന്നെയും അത് പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച്, അപ്പോൾ ഇതാണ് പറയുന്നത്, ഗുരുക്കന്മാർ എന്തുകൊണ്ട് കാണിച്ചു തരുന്നില്ല നമ്മൾ ദൈവമാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ദൈവമാണെന്ന് 4 ദിവസം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നു. ശരി ദീപാജി ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് പിന്നെ പൂജിക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ടാവും. പെട്ടെന്ന് തന്നെ ഗുരുവായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അല്ല എന്ന് പറഞ്ഞാലും പറ്റില്ല, ഗുരുവാന്നൊക്കെ പറഞ്ഞ് ആക്കും. അത് കാരണം നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നെങ്കിലും അറിയാം. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞാൽ അവർ പറയും പ്രാന്ത്, ഞാൻ ദൈവമാണ്, ഇത്രയും കിടന്ന് അനുഭവിക്കണം, എന്നോട് ദൈവം എന്ന് പറയാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. വല്ലതും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്ത്, എനിക്കിപ്പോൾ എൻ്റെ മകനൊരു ജോലി, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു കല്യാണം, അല്ലെങ്കിൽ ഒരു കുട്ടി, ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചുമ്മാ നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്തയും പറഞ്ഞുകൊണ്ട് പോകും. കാരണം ഈ ദൈവം ആവുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള പണിയല്ല. നമുക്ക് ശിഷ്യരായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഈസിയാണ്. ഈ ദൈവമായി കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ ഗുരു, ഞാൻ പറയുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരൂപ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്നെ കളിയാക്കും. എനിക്കറിയാം എപ്പോഴും കമൻസ് പലതും വരാറുണ്ട്. എങ്കിലും അത് ഇച്ചിരി പണിയാണ്, കുറച്ച് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കാൻ, ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ് വേറെ ആരെങ്കിലും തപ്പി നടക്കാൻ പറ്റും. ഇപ്പം സത്യസായി ബാബ, ഇപ്പോൾ ഷിർദി സായിബാബ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബാബ പറഞ്ഞു, അന്ന് ഇങ്ങനെ മുസ്ലിം ഹിന്ദു ലഹളയുള്ള ഒരു സമയമാണ്. അപ്പോൾ ബാബ പറഞ്ഞു, ബാബയ്ക്ക് ഇടയ്ക്ക് ബാബ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അന്തരാത്മാവാണ് ഞാൻ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ ഉള്ളിലുള്ള ആ പരമചൈതന്യാന്നറിയാം. ഇടയ്ക്ക് ഇരുന്നിട്ട് ബാബ പറയും, അള്ളാ മാലിക്, എല്ലാം അള്ളാ ആണ്, ഞാൻ അടിമയാണ് എന്നുള്ളത്. കാരണം ആ ഒരു അവതാരത്തിന്റെ ലക്ഷ്യം അനുസരിച്ചിട്ടാണ് ബാബ അത് പറഞ്ഞത്. കാരണം ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ് അവിടെ. പെട്ടെന്ന് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. പക്ഷെ മനസ്സിലാകുന്നവരോട് ബാബ കാണിച്ചും കൊടുത്തു, ഞാൻ തന്നെയാണ് ദത്തൻ, ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് കാണിച്ച് പലർക്കും എക്സ്പീരിയൻസ് കൊടുത്തു. സായി സച്ചരിത്തിലുള്ള കാര്യങ്ങളാണ് അത് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ 4 പേരുടെ പിന്നെ കഥയും പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഗുരുവിനെ വിശ്വസിച്ച ആൾക്ക് ഞാൻ ടക്കെന്ന് വഴി കാണിച്ചു കൊടുക്കുന്നത്, അല്ലാത്തവർ ഈ കാട്ടിൽ കിടന്ന് കറങ്ങേണ്ടി വരും. കാരണം ഗുരു ഇല്ലാതെ ഈ കാട്ടിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ബാബ പറഞ്ഞതിന്റെ കാര്യം അതാണ്. കാരണം ഒരു ഗുരുവിന് തന്നെ അറിയുള്ളൂ നമ്മൾ നിൽക്കുന്ന ലെവൽ ഏതാണെന്ന്, നമുക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്താണെന്ന് ഗുരുവിനെ അറിയുള്ളൂ. അപ്പൊ ഈ ഞാൻ പറയും, മോഹൻജി എന്ന് പറയുന്ന ഗുരുവിനെ മുറുക്ക പിടിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെങ്കിലും നിങ്ങൾ ഷെയ്ക്ക് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞാൽ ചിലർ കേൾക്കില്ല, ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കും. അവർ വിചാരിക്കുന്നത് അവരുടെ ആ വൈബ്രേഷൻ മറ്റുള്ളവർക്ക് പിടികിട്ടില്ല. പെട്ടെന്ന് പിടികിട്ടും. ഈ സാധനാഭാഗത്തിൽ പോണവർക്ക് മറ്റുള്ളവർ പറയുന്നത് എന്താണെങ്കിലും അവരുടെ വൈബ്രേഷൻ പിടികിട്ടും. അപ്പോൾ ആ നെഗറ്റിവിറ്റിയെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും.
അപ്പോൾ ഈ ഒരു നാദാനന്ദജിയുടെ ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ അമ്മയ്ക്ക് അറിയാം നാദാനന്ദജിക്ക് കൃത്യമായിട്ട് എന്താ വേണ്ടത്. കാരണം നാദാനന്ദജി തന്നെ പറയുന്നുണ്ട്, ഗുരു എന്നോട് ഇൻഡിപെൻഡന്റ് ആവാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുറുക്ക പിടിച്ചു എന്ന്. അതായത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഇതിപ്പോൾ പലരും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചേ, അതായത് ഞാൻ ആ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, നെഗറ്റീവ് ഫോഴ്സസ് ആണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോ. ആ വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരു 4 പേരെങ്കിലും എന്നോട് ചോദിച്ചു, ദീപാജി ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ പറഞ്ഞത്, പിന്നെ അതെങ്ങനെ നിങ്ങളെ പറ്റിയാവുന്നത്? അല്ല, എന്നെ പറ്റിയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എനിക്ക് പിന്നെ മെസ്സേജ് ഇട്ടു. ഞാൻ ഇതിലിപ്പോൾ ഡിസ്ക്ലെയിമർ എടുക്കുകയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, ഞാൻ അനുഭവിച്ച എൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എല്ലാം എൻ്റെ കാര്യമാണെന്നങ്ങ് വിചാരിച്ചോ. കാരണം അല്ലെ വില്ലനും ഞാനാണ്, ഹീറോയിൻ ഞാനാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ വില്ലനാക്കിയിട്ട് ഹീറോയിൻ ആവാൻ നോക്കിയാലല്ലേ കുഴപ്പമുള്ളൂ. നമ്മുടെ ഹരിനാമ കീർത്തനത്തിൽ പറയുമല്ലോ, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. അതായത് ഞാൻ എന്നുള്ള ഭാവം ഈഗോ വന്ന് തുടങ്ങുമ്പോൾ എല്ലാം ഞാനാണെന്ന് തോന്നിക്കുക. എന്തായാലും ഞാൻ തോന്നിപ്പോവുക. അപ്പോൾ എല്ലാം ഞാനാണ്. അത് അപ്പുറത്ത് നിൽക്കുന്നത് ഞാനാണ്, വീഴുന്നതും ഞാനാണ്, പിടിച്ചെടിയിപ്പിക്കുന്നതും ഞാനാണ്, കരയുന്നതും ഞാനാണ്, കരയിപ്പിക്കുന്നതും ഞാനാണ്, ദ്രോഹിക്കുന്നതും ഞാനാണ്, ദ്രോഹിക്കപ്പെടുന്നതും ഞാനാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അതായത് ആ എൻലൈറ്റ്മെന്റ് ആ ഒരു പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാനാണ് ജ്ഞാനി എന്നുള്ള അഹങ്കാരമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതാണ് ഹരിനാമ കീർത്തനത്തിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഞാനെന്ന ഭാവം ഇത് തോന്നുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ നിങ്ങളെ പറ്റിയാണ് പറയുന്നത്, ഈ പറയുന്നത് മുഴുവൻ എന്നെ പറ്റിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, നല്ലതും ചീത്തയെല്ലാം എന്നെ പറ്റിയാണ്. അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ എടുക്കുക ഞാൻ. കാരണം അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വരും മെസ്സേജ്, ഞങ്ങളെ കളിയാക്കിയതാണോ എന്ന് ചോദിച്ചിട്ട്. അല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം നമ്മൾ ഈ കഥകളിലൂടെ എന്തുകൊണ്ട് ഗുരുക്കന്മാർ പറയുന്നു, ഗുരുക്കന്മാർക്ക് നേരെ പറഞ്ഞാൽ കേൾക്കണ്ടേ. ഷിർദി സായിബാബ അള്ളാ മാലിക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യസായിബാബയിൽ എത്തിയപ്പോൾ ബാബ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ദൈവമാണ്. നിങ്ങൾക്ക് സർവ ദൈവ സ്വരൂപം അല്ല, സർവ ഈശ്വരാതീത സ്വരൂപം. പെദ്ദപൊട്ടുവിന്റെ ആ ബുക്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സർവദേവതാതീത സ്വരൂപം, സർവദേവതകൾക്കും അതീതനായ പരബ്രഹ്മമാണ് ഞാൻ എന്നാണ് സത്യസായിബാബ പറഞ്ഞേക്കണേ. കാരണം അത് ബാബ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറേ പേര് അപ്പോഴേക്കും ബാബയുടെ കൂടെ കൂടിയിട്ടുണ്ട്. അതായത് ഷിർദി സായിബാബ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു അവതാരത്തിനുള്ള ബാബയും കൃത്യമായിട്ട് പൂർണ്ണ ചൈതന്യമുള്ള ആ ഒരു അവതാരം തന്നെയായിരുന്നു. പക്ഷെ ഫോളോവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബാബ കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് കഥകളിലൂടെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് 9 ഉരുളയിട്ട ചാണകമിട്ട കുതിരയുടെ കഥയൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തത്. ബാബ അതിൽ പറയുന്നുണ്ട്, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നെ തന്നെ ഫീഡ് ചെയ്യുന്നത്. വിശന്നിരുന്ന ഒരു ഭക്തനും എൻ്റെ അടുത്ത് വരരുത്, നിങ്ങൾ അന്നദാനം ചെയ്യണം. നിങ്ങൾ വിശക്കുന്നവർക്ക് അന്നദാനം ചെയ്യേണ്ട, അമ്പലങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് ചിലവാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രീതി വരില്ല. ഇതൊക്കെ ഷിർദി സായിബാബ പറയുന്നുണ്ട്. അതെല്ലാം എന്താ പറയുക, ഭഗവത്ഗീതയിലെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയും. ഇപ്പം ഭഗവത്ഗീതയിലെ ഒരു 12-ാം അധ്യായം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഗീത വായിക്കുമ്പോൾ അത് എപ്പോഴും വായിക്കാൻ, കാരണം ആ സമയത്ത് എൻ്റെ വിചാരം ഞാൻ വലിയ ഭക്തയാന്നൊക്കെ ആയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അതൊന്നുമല്ല ഭക്തി എന്ന്. അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ അതിൽ പറയും, നിങ്ങൾ എൻ്റെ മനസ്സ് എന്നിൽ അർപ്പിച്ച് നിർത്ത്, എന്നെ തന്നെ ഉറപ്പിച്ച് നിർത്ത്. പറ്റില്ല, ഭയങ്കര പാടാണ്. ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും, വീട്ടുകാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മാറിപ്പോവും. എന്നാൽ ശരി, നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ അഭ്യാസ യോഗം ചെയ്യുക. യോഗയുണ്ടല്ലോ, യോഗ ചെയ്യുമ്പോൾ പക്ഷേ ഭഗവാനെ മനസ്സുറപ്പിച്ചിട്ട് ചെയ്യും. അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്യും. അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ 16 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ വരണമെന്ന് അന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ പലരും എന്നോട് പറയാറുണ്ട്. എന്നാൽ അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കർമ്മഫലത്യാഗം ചെയ്യുക. ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ധ്യാനത്തെക്കാളും ശ്രേഷ്ഠം കർമ്മഫലത്യാഗമാണ്. അതായത് ഫലം ത്യജിച്ചുകൊണ്ടുള്ള കർമ്മം എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അപ്രീസിയേഷൻ വേണം. അതല്ലെങ്കിൽ
അപ്പം തന്നെ ശമ്പളമായിട്ട് വേണം. അതുകൊണ്ട് ഞാൻ പറയും ദൈവമായിട്ടിരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വീട്ടമ്മമാരുടെ കാര്യം എടുക്കാം. എല്ലാ വീട്ടമ്മമാരുടെയും എല്ലാ ഭർത്താക്കന്മാരുടെയും കാര്യമല്ല, എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു വീട്ടമ്മയ്ക്ക് പനി പിടിച്ച് അവിടെ കിടക്കാൻ സുഖമായിട്ട് ഒന്നും ആലോചിക്കാതെ കിടക്കാൻ എത്ര സമയം പറ്റും? പറ്റില്ല. ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നേരെ മറിച്ച് വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ പനി പിടിച്ചാൽ സുഖമായിട്ട് അവിടെ കിടക്കാം, ചായ കാപ്പി എല്ലാം കൃത്യസമയത്ത് കിട്ടും. പക്ഷെ ഒരു വീട്ടമ്മയ്ക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് ജോലി ചെയ്തേ പറ്റും, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തേ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗുരുവൊക്കെ ആയിട്ട്. സെൽഫ് റിയലൈസേഷനുള്ള ഗുരുവൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമാണ്. കാരണം ഈ അറിഞ്ഞ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാണ്ടൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതാണ് താരാമയി അമ്മ നാദാനന്ദജിയോട് പറഞ്ഞത്, നീ അറിഞ്ഞ സത്യം പറഞ്ഞു കൊടുത്തിട്ടേ പോവാവുള്ളൂ എന്ന്, അല്ലാണ്ടൊന്നും അത്ര ഈസി ആയിട്ട് ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല. അതായത് ഒരു ശിഷ്യനെയെങ്കിലും നീ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന അതിലേക്ക് എത്തിക്കണമെന്ന്, ആ ഒരു രീതിയിലേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ അർജുനന് ആ സത്യം പറഞ്ഞു കൊടുത്തത്. ഭഗവാന് വളരെ ഈസി ആയിട്ട് അർജുനോട് പറയാം, നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, നീ വളരെ നോബിൾ സോളാണ്, യുദ്ധം ഒന്നും ചെയ്യണ്ട, നിന്റെ ഉത്തരവാദിത്വം ഒന്നും നീ ചെയ്യണ്ട, നമുക്ക് പോവാം. കാരണം ആ യുദ്ധത്തിൽ മരിക്കാനിരിക്കുന്നത് ആരാ? കൃഷ്ണന്റെ സഹോദരി പുത്രൻ തന്നെയാണ് അഭിമന്യു. അഭിമന്യുവാണ് മരിക്കാനിരിക്കുന്നത്. അത് എന്താ പറയാ, ത്രികാലജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിമറിയാൻ പറ്റില്ല. അതായത് ഒരു അവതാരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ശിവന്റെയും പാർവതിയുടെയും ദക്ഷന്റെയും ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഭഗവാൻ റൂൾ ഉണ്ടാക്കുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്ത ആളാണ്. ഭഗവാൻ ആ യുദ്ധത്തിൽ കാണിക്കുന്നുണ്ട്, ഞാൻ ആയുധം തൊടില്ല എന്ന് ശപഥമൊക്കെ ചെയ്തു, പക്ഷെ ആയുധം തൊട്ടു. ആ ആയുധം എടുത്തു ഭീഷ്മരുടെ മുമ്പില്. അപ്പൊ അതാണ് പാണ്ഡവര് ചെയ്യാതിരുന്നത്. കാരണം അവർക്ക് അവരുടെ ഇമേജ്, അല്ലെങ്കിൽ ഞങ്ങൾ ധർമ്മപുത്രർ എന്നൊക്കെ പറയുന്ന ആള് പോലും സ്വന്തം കൺമുമ്പില് ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നത്, വെറും ഒരു സ്ത്രീയല്ല, സ്വന്തം ഭാര്യ അപമാനിക്കപ്പെട്ടിട്ടും അവരവരുടെ വാക്കുകളെ മുറുക്കെ പിടിച്ചു. അവർക്ക് ഭയമായിരുന്നു ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കാൻ. അതായത് ധർമ്മപുത്രൻ എന്നുള്ള എൻ്റെ പേര് പോവോ എന്നൊക്കെയുള്ള ഭയം. ഭീഷ്മർക്കും അതായിരുന്നു. ഭീഷ്മർക്ക് ആ സിംഹാസനത്തിനോടുള്ള അടിമത്വം അതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ. പല പാർട്ടികളിലും നമുക്ക് കാണാമല്ലോ, സ്ത്രീകള് പീഡിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവരെ അധികാരത്തിന്റെ ഇത് വെച്ചിട്ട് സ്ത്രീകൾക്കെതിരായിട്ട് തിരിഞ്ഞ് ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ രക്ഷപ്പെടും. കാരണം പലർക്കും ഈ അധികാരത്തിനോടുള്ള വിധേയത്വം, ഉദ്യോഗസ്ഥന്മാർക്ക്, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥ, അതൊക്കെ തന്നെയാണ് കൗരവ സഭയിൽ നടന്നത്. അവിടെ ഇരുന്ന എല്ലാവർക്കും അറിയാം ഭയങ്കര എന്താ പറയുക വൃത്തിയോടെ അവിടെ നടക്കുന്നതെന്ന്. പക്ഷെ ആരും ഒരു ചെറുപേരിൽ പോലും അനക്കിയില്ല. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ മാതിരി ഒരു ഗുരു എന്നൊക്കെ പറയുമ്പോൾ ഈ സമൂഹത്തിന്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായിട്ട് നിന്നുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് ചിത്തപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും അവരെ ബാധിക്കില്ല. എങ്കിലും മാക്സിമം അവരെ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും സമൂഹം എല്ലാ കാലത്തും അങ്ങനെ തന്നെ. എല്ലാ ഗുരുക്കന്മാരോടും അതാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ ഗുരു ആവാനൊന്നും വലിയ പാടാ, ആൾദൈവം ആവാൻ വലിയ പാടാ. നമുക്കിങ്ങനെ സുഖമായിട്ടിരിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫോളോവർ ആയിട്ടിരിക്കുക. കാരണം അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ നമ്മൾ ഇതിനൊക്കെ ഉത്തരം പറയണം. എപ്പോഴും നമുക്ക് വേറൊരാളെ പൂജിച്ചിരിക്കുന്നത് ആ സുഖമുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ താരാമയ്യമ്മയുടെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ കാണുന്നത്. നാദാനന്ദജി പറയുമല്ലോ, എനിക്ക് അമ്മയെ വിട്ടിട്ട് പോവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഗുരുക്കന്മാർ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശിഷ്യരോട് പറയും, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക. വിവേകാനന്ദനോട് പിന്നെ പരമകൃഷ്ണ ഹംസർ പറഞ്ഞല്ലോ, പോയിട്ട് സനാതന ധർമ്മത്തെ പറ്റി അമേരിക്കയിൽ പോയി പറയാൻ എന്ന് പറഞ്ഞ പോലെ ശിഷ്യന്മാർക്ക് ഒരു പരിധി വരെയൊക്കെ തുടക്കത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് പാമ്പറിങ് ആയിരിക്കും, എക്സ്പീരിയൻസ് തരും, കൂടെ ഉണ്ട്, അങ്ങനെ കുറേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാമ്പറിങ് ആയിരിക്കും. പക്ഷെ പിന്നെ അത് പിടിച്ചോണ്ടിരുന്നാൽ ഇവർക്ക് കിക്ക് കിട്ടും. പോയി അവരവരുടെ കാലിൽ നിൽക്കുമെന്ന് പറയും ഗുരു. അതൊക്കെ ഒരു ഗുരുവിനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ പറയുക, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. എന്താ പറയുക, അതിൻ്റെ ഈഗോയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അടിയാണ്. കാരണം ആരും മുമ്പിലും അല്ല, ആരും പുറകിലും അല്ല. നമ്മൾ സ്പിരിച്വലി നമ്മുടെ പുറകെ വരുന്നവരെ കളിയാക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലത്തെ എന്നെ കളിയാക്കുന്നു എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ കുറച്ച് കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കർമ്മ ക്ലെൻസിങ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ കുറേ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു പാകത വന്ന് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക സുഖവും ദുഃഖമൊക്കെ ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് വന്നാൽ മാത്രമേ
അടുത്ത ജന്മത്തിലെ ആ യഥാർത്ഥത്തിലുള്ള അവധൂതന്റെ പോലെ കർമ്മത്യാഗം, ഭഗവാൻ ഗീതയിൽ പറയുന്ന കർമ്മഫലത്യാഗത്തിലേക്ക് എത്തണമെങ്കിൽ കുറെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ ആൾക്കാർ പഠിക്കാത്തത്, അവരുടെ സമയമാകുമ്പോൾ അവർ പഠിച്ചോളൂ എന്ന് വിചാരിക്കും. കൃഷ്ണൻ എന്താ അർജുനോട് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവത്ഗീതയിൽ. അതാണ് പലപ്പോഴും ഇല്ലാത്തതും. ഈ ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെയൊക്കെ ആൾക്കാരോട് പറയുന്നത്, ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന് പറയുന്ന ആ രീതിയാണ് പലപ്പോഴും ഈ എന്താ പറയുക സാധനാ രീതികളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ എന്താ പറയണേ, ഇത് ഇന്റർനെറ്റ് യുഗം ആയതുകൊണ്ട് പലപ്പോഴും ഞാൻ ചെയ്യുന്നത് മാത്രമേ ശരി, മുമ്പിൽ ഇരിക്കുന്നവർ പല തലത്തിലുള്ളതായിരിക്കും, അവരോട് ഇങ്ങനെ പറയണതിൽ കാര്യമില്ല. അപ്പൊ ഈ ഭഗവാൻ അവസാനം അർജുനോട് പറയുന്നുണ്ട്, ഈ ഒരു സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, ഇത് പരമരഹസ്യം, അത് എൻ്റെ ഭക്തരല്ലാത്തവരോട് നീ പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇത് ഭയങ്കര രഹസ്യമാണ്, ആരോടും പറയരുതെന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞത് എൻ്റെ ഭക്തരായിട്ടുള്ള, അതായത് മനസ്സിലാക്കാൻ കഴിവുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, അല്ലാത്തവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യും. പിന്നെ ഇത്രയും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു, നിനക്ക് യുക്തമെങ്കിൽ നീ സ്വീകരിക്കുക, അല്ലെങ്കിൽ നീ നരകത്തിൽ പോവും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും, അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞത്, അർജുന ഞാൻ നിനക്ക് സത്യം പറഞ്ഞു തന്നു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക. അവിടെ ഭഗവാൻ ഫ്രീ വില്ലിനെ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണേ ഭഗവത്ഗീതയിൽ എല്ലാം ഉണ്ട്. പിന്നെ അതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഒരു വിധത്തിലാക്കി കഴിഞ്ഞപ്പം പിന്നെയും അതിന്റെ അവതാരങ്ങൾ സായി സച്ചരിതത്തിലും സായിലൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് ഇതൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്, അല്ലാതെ ഭയങ്കര രഹസ്യമൊന്നുമില്ല ഇതില്. അന്നും ഇന്നും എല്ലാ കാലത്തും ഭഗവാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഒരാളും ഒരു കാര്യവും ഭൂമിയിൽ പുതിയതായിട്ട് കണ്ടുപിടിക്കണമൊന്നുമില്ല. പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ച കുറെ അറിവ്, അപ്പൊ ഇതിപ്പോ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു മെസ്സേജ് വന്നു, കുറെ അറിവുകൾ ഞങ്ങൾക്ക് പുതിയ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഗുരു പറഞ്ഞു തന്നു. അപ്പം ഇത് മോഹൻജിയൊക്കെ എപ്പോഴും പറയും, പുതിയതായിട്ട് ആരും ഒന്നും കണ്ടുപിടിക്കുന്നില്ല, ഭഗവത്ഗീതയിൽ ഇല്ലാത്തതൊന്നും പുതിയതായിട്ട് ഒരു ഗുരുവിനും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതില് ഓരോരുത്തർക്കും പറ്റുന്ന തലത്തിൽ അവരവർക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, കുറെ നാള് കഷ്ടപ്പെടേണ്ടി വരും, പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും, പക്ഷേ നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടാതെ നിങ്ങളുടെ സാധന തുടരുക. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തേക്കണേ. അതിപ്പോ നിങ്ങൾ എങ്ങനെയൊക്കെ കടഞ്ഞു പരിശ്രമിച്ചാലും ഓരോരുത്തരും അവരവരുടെ സ്പീഡിലേ മുമ്പോട്ട് പോവുള്ളൂ. കാരണം നമ്മളുടെ സമയമാകുമ്പോഴേ നമുക്ക് ധ്യാനിക്കാൻ തോന്നുള്ളൂ. ഇപ്പോൾ ഭഗവത്ഗീത തന്നെ 38 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാനിന്നെടുത്ത് വായിച്ചു നോക്കിയത്. അത്രയും കാലം ആ ഭഗവത്ഗീത വീട്ടിലെ ഷെൽഫിൽ ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഭംഗിക്ക് അലങ്കാരത്തിലൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നപ്പോഴാണ് ഈ ഗീതയിൽ എന്താ പറഞ്ഞേക്കണേന്നൊന്ന് മറിച്ചു നോക്കാൻ തോന്നിയത്. അപ്പൊ അതിനു മുമ്പ് അജ്ഞാനികളുടെ മുമ്പിൽ ഭഗവത്ഗീത പറയരുതെന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാര്യം അത്. അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞ് ഞാൻ ചിലപ്പോൾ കളിയാക്കി, എന്തൊക്കെ ഇവര് പറയണേ, കർമ്മഫലത്യാഗോ, ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് ശമ്പളം തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജോലി ചെയ്യണോ എന്നൊക്കെ ഞാൻ ചോദിച്ചേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അജ്ഞാനികളുടെ മുമ്പിലൊന്നും പറയരുതെന്ന് പറയുന്നത്. അജ്ഞാനികളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കും. ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഈ രൂപങ്ങളുടെ ഇതിൽ പെട്ട് കിടക്കുമായിരുന്നു. കാരണം മെഡിറ്റേഷനൊക്കെ ചെയ്തു തുടങ്ങി, ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ സത്യസായിബാബയാണ് വരുന്നത്. അപ്പൊ ആൾ ദൈവം, ഇതെന്ത് ഈ ആൾ ദൈവം എൻ്റെ മുമ്പിൽ വരണേന്നായിരുന്നു എൻ്റെ തോന്നല്. എൻ്റെ കൺസെപ്റ്റിലെ കൃഷ്ണൻ എന്ന് വെച്ചാൽ ഓടക്കുഴലൊക്കെ പിടിച്ച്, അപ്പോൾ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അപൂർവ ചൈതന്യമുള്ളത്, അസാധാരണ ചൈതന്യമുള്ള എല്ലാവരും എൻ്റെ തെളിഞ്ഞ അംശമാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും വായിച്ചു നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ തന്നെ വീണ്ടും അവതരിച്ചിരിക്കുന്നതാണെന്നൊന്നും ബോധമില്ല. അതൊക്കെ ഉണ്ടാവാനായിട്ട് ഒരുപാട് കാലം കഴിയേണ്ടി വന്നു. പിന്നെ ബാബ എൻ്റെ ഇപ്പോഴത്തെ ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു, പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, ABCD മുതൽ. പിന്നെ ABCD മുതൽ പഠിച്ചിട്ട് എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യമൊക്കെ പാമ്പറിങ് കിട്ടും, അത് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറഞ്ഞൊരു തള്ളും തന്നു. കാരണം ആ ഫിസിക്കൽ ബോഡി അല്ല ഞാൻ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട അനുഭവങ്ങളാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ തത്വങ്ങൾ, അതായത് ശിവന്റെയും പാർവതിയുടെയും ആ ഒരു കഥയുടെ പുനരാവിഷ്കരണമാണ് സത്യത്തിലെ നാദാനന്ദജിയുടെ ഈ ഒരു അധ്യായം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇതെന്താണ് ഈ കഥകൾ. അതായത് ദക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യ വർഗത്തെയാണ്, അതായത് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് പ്രജാപതിക്ക് തോന്നിയത് അതുകൊണ്ടാണ്, ആ മാനുഷികമായ തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് ശിവനെ അപമാനിക്കാൻ വീണ്ടും വീണ്ടും തോന്നിയത്. ശിവൻ പരിഷ്കാരമില്ലാത്ത, കാരണം പല അവധൂതന്മാരും അങ്ങനെയാണല്ലോ, പരിഷ്കാരം ഇല്ലാത്തവരാണ്. സമൂഹത്തിന്റെ കണ്ണിൽ അവർ ഭ്രാന്തന്മാരാണ്, അപരിഷ്കൃതരാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ശിവനെ ദക്ഷൻ കണ്ടിരുന്നത്.
അത് പാർവതി എന്ന് പറയുന്ന ഡിവൈൻ ഇതിലേക്ക് ജീവാത്മാവ് ഉയരുമ്പോൾ മാത്രമേ ആ ശിവനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പം പാർവതി തപസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാമദേവൻ ചെന്നു എന്ന് നമ്മളൊരു കഥ വായിക്കുന്നുണ്ട്. അപ്പോൾ പാർവതിക്ക് ശിവനിലേക്ക് എത്താൻ കാമദേവന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ശിവൻ തൃക്കണ്ണ് തുറന്ന് ആ കാമദേവനെ എരിപ്പിച്ചു കളഞ്ഞത്. നമുക്ക് കഥ വായിക്കുമ്പോൾ തോന്നും അയ്യോ പാവം കാമദേവൻ. സ്വന്തം ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുന്നതിന് ഈ കാമദേവത്തിന്റെ, അതായത് എന്താ പറയാ, ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അവിടെ കൊടുക്കണ്ട, ദേഹബോധം വേണ്ട എന്നുള്ളത് പറഞ്ഞു തരികയാണ് ആ ത്രിനേത്രം കൊണ്ട് ചുട്ടെരിഞ്ഞപ്പോ. ഇതൊക്കെ എന്താ പറയാ കഥകളായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തില് അങ്ങനെ ഒരു പവർ എനർജി പോയിന്റ്സും ഉണ്ട് ഭൂമിയിൽ. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം എന്ന്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ അവബോധം ഉയർത്താൻ വേണ്ടിയിട്ട് ഓരോരോ കഥകളായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് പുരാണത്തില്. അതായത് നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പിന്നെ പൊസിഷനോ പവറോ ഇതൊന്നും ബാധകമല്ല പാർവതിക്ക് ശിവനിലേക്ക് എത്താൻ. ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തെ അറിയാനുള്ള സാധനകളാണ്. അപ്പോൾ പാർവതി സാധന ചെയ്താണ് അവസാനം ആ ഒരു പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തുന്നത്. അതാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പവും. ഇതൊക്കെ കഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് മുഴുവൻ അനുഭവിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അറിവുകളായിട്ട് നമുക്ക് പകർന്നു തരികയാണ് ഗുരു. പല അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യും വീണ്ടും. നമ്മൾ അതിൽ ഫേം ആണോ എന്ന് അറിയാനായിട്ട്. ഉറച്ചിട്ടുണ്ടോ? ഉടനെ തന്നെ വരും. അങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് ഉണ്ടായി. അത് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗുരു കൂടെ ഉണ്ടെന്ന് ഗുരു തന്നെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും. ഗുരുവിനെ എല്ലാ ശിഷ്യരും ഒരുപോലെയാണ്. ഒരാളിൽ നിന്ന് ഗുരു ഭേദപ്പെട്ട് കാണുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. പിന്നെ എന്താ പറയുക, എൻ്റെ അറിവാണ് കൂടുതൽ എന്നുള്ളവർക്ക് നേരെ തിരിച്ച് കാണിച്ചു കൊടുക്കും. അവരുടെ പാതയും ശരിയാണ്, എല്ലാ പാതകളും ശരിയാണ്. അതേപോലെ തന്നെ പുതിയ അറിവുകളാണെന്ന് പറഞ്ഞവർ, അങ്ങനെയുള്ളവരെക്കാൾ അജ്ഞാനികൾ ലോകത്ത് വേറെയില്ല. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയാത്ത ഒരു കാര്യവും ആരും ഇതുവരെ പറയണമില്ല. കാരണം അത് മനസ്സിലാവാതെ കൂടെ ഉണ്ടാവും പുതിയ അറിവുകൾ എന്ന് പറഞ്ഞിട്ട് വിളമ്പുന്നത്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ അത് മനസ്സിലാക്കുന്നത് പലരും പലതരത്തിലായിരിക്കും. കാരണം ഭഗവത്ഗീതയ്ക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയല്ലേ ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് കൃഷ്ണൻ പറഞ്ഞതിന് ഇപ്പോഴും ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞത് ബ്രഹ്മജ്ഞാനം അറിഞ്ഞവര് ബ്രാഹ്മണര്, അവർക്കേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അവകാശമുള്ളൂ. അതാണ് ഇപ്പൊ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനം അറിഞ്ഞവർക്കാണ് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം. സ്വയം ബ്രഹ്മത്തെ അറിഞ്ഞ ഒരാളല്ലാതെ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഈ വരുന്നതെല്ലാം ഇപ്പൊ ഈ യുഗത്തില്. അപ്പൊ ഈ ബ്രഹ്മജ്ഞാനം അറിഞ്ഞവരെ ബ്രാഹ്മണരാക്കി വെച്ചു. അതിനിപ്പോ ജനിച്ച കുലമൊന്നുമല്ല പ്രശ്നം. മാതാ അമൃതാനന്ദമായി ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ബ്രഹ്മജ്ഞാനിയാണോ ഗുരുവാണ്. അങ്ങനെയാണ് അവരവരുടെ തലം അനുസരിച്ചിട്ടാണ്. അതിലിപ്പോ ശൂദ്രർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ സേവയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശൂദ്രരാണ്. നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്. അറിഞ്ഞ അറിവ്, വെറുതെ അറിവ് പറയല്ല, വേറെ വല്ലയിടത്തുനിന്നും കിട്ടുകയല്ല. പിന്നെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെൺകുട്ടി ഉപദ്രവിക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുമോ അതിർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നവര് രജപുത്രരാണ്. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ ഇപ്പൊ മാർക്കറ്റിംഗ് അല്ലേ എല്ലാം. ഈവൻ സ്പിരിച്വാലിറ്റി പോലും മാർക്കറ്റിംഗ് ആണ്. അതല്ലേ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അതും എന്താ പറയാ വൈശ്യരാണ്. ഇതെല്ലാം ഉണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരാളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ ശരിയായ ഗുരുക്കന്മാരുടെ പാതയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അധ്യായം വായിച്ചപ്പോൾ എനിക്കുണ്ടായ തോന്നലുകൾ, കാരണം വീണ്ടും ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 അനുഭവങ്ങൾ ഉണ്ടായി. ഗ്രൂപ്പിലുള്ളവർക്കും അറിയാം, പിന്നെ മറ്റു ചിലർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ആകെയുള്ള സമ്പത്ത്. ആ അനുഭവങ്ങളിൽ പിടിച്ച് മുമ്പോട്ട് പോവുക. അത്ര ഈസി ഒന്നുമല്ല. ഗുരുവിൻ്റെ റോളെന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. തെറ്റായ അറിവുകൾ ശിഷ്യരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, വലിയൊരു കർമ്മം വരുത്തി വെക്കലുമാണ്. അപ്പം ഈ അറിവുകളെല്ലാം കൂടെ കിട്ടിയിട്ട് ആൾക്കാർ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരവർക്ക് ചേരുന്ന സാധനാരീതി എന്താണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ആ ഗുരു നമുക്ക് കാണിച്ചു തരും.
ഗുരുവിൻ്റെ ഫിസിക്കൽ ഫോമൊന്നും അല്ല. പലർക്കും ഇപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഗ്രൂപ്പിൽ. അപ്പോൾ അതിൽ ഉറച്ച് മുമ്പോട്ട് പോവുക. ഗുരു കൂടെ ഉണ്ടെന്ന് ഉറച്ച് തന്നെ വിശ്വസിക്കുക. കാരണം സത്യസായിബാബയുടെയും ശ്രുതി സായിബാബയുടെയും ഒക്കെ ചരിതങ്ങൾ വായിച്ചാൽ അറിയാം ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം. ഇല്ലെങ്കിൽ എന്താ പറയുക, GPS ഇല്ലാതെ മുമ്പോട്ട് പോണ വാഹനങ്ങൾ പോലെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് അറിവുകൾ വന്ന് അപ്പം നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞാലേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. നാദാനന്ദജിയുടെ ഓട്ടോബയോഗ്രഫി വായിച്ചറിയാം. നാദാനന്ദജി എന്താ പറയുക, ജപസാധന ഒരുപാട് പുരുഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മാതിരി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. അല്ലാതെ നേരിട്ട് ധ്യാനിക്കാനിരിക്കുകയല്ല. അപ്പം ഇതിൽ പറയുന്നുണ്ട്, നാദാനന്ദജി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ധ്യാനിക്കുകയായിരുന്നില്ല, ചിന്താരഹിതമായ ഒരു സ്ഥിതിയിലായിരുന്നു എന്ന്. ചിന്തകളില്ലാതെ വരേണ്ട ആ ഒരു സ്ഥിതി കൊണ്ട് എത്ര ബുദ്ധിമുട്ടാന്നുള്ളത് ധ്യാനിക്കാനിരിക്കുന്നവർക്ക് അറിയാം, ഒരു ചിന്തയില്ലാതെ വരുന്ന. അപ്പോൾ അത്രയും ഘട്ടത്തിലുള്ള കഠിന സാധനകൾ കഴിഞ്ഞിട്ടാണ് നാദാനന്ദജിയെ തരമയ്യമ്മ ഈ ഒരു എക്സ്പീരിയൻസ് കൊടുത്തത്. അതായത് സ്വന്തം ചിത കത്തുന്നത് കാണിച്ചു കൊടുത്തത്. അതിന് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം ദുർവാസനകൾ, അതായത് മുൻ ജന്മത്തിലെ വാസനകൾ. അപ്പൊ ആ ഒരു ഞാനിപ്പോ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായ അറിവുകളാണ്. കാരണം കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ച കാര്യവും ഇപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അറിവാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഗുരുക്കന്മാർ എന്നെ തിരുത്തട്ടെ. അങ്ങനെയല്ലേ മുമ്പോട്ട് പോവുള്ളൂ. വീണും എഴുന്നേറ്റും എല്ലാം. അപ്പോൾ വീഴുമ്പോൾ അതിൽ എന്താ പറയുക, വീഴുക സ്വാഭാവികമാണ്. വീണാലല്ലേ എഴുന്നേറ്റ് പിന്നെയും മുമ്പോട്ട് നടക്കാൻ പറ്റുള്ളൂ. നടക്കാൻ പഠിക്കണമെങ്കിൽ വീഴണമല്ലോ. അപ്പോൾ അതിൽ ഒരു ഈഗോ ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുക്കന്മാർ നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. അക്സെപ്റ്റ് ചെയ്യുക. പറഞ്ഞമാതിരി ഡൗട്ട്സ് വരുന്ന സമയത്ത് അവരവരുടെ അനുഭവങ്ങളെ മുറുക്കെ പിടിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കുക. അതിനാണ് കുറച്ച് സമയം മൗന സാധനയൊക്കെ. കാരണം എത്രയോ നാളത്തെ സാധനയെല്ലാം കഴിഞ്ഞിട്ട് നാദാനന്ദജി തന്നെ പറയുന്നുണ്ട്, 30 വർഷത്തിന് ശേഷമാണ് എന്നെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയെന്ന് ഈ ഗ്രന്ഥത്തിൽ എവിടെയോ പറയുന്നുണ്ട്. അത്രയും സമയം അവർ സാധനയ്ക്ക് ചെലവാക്കി. കാരണം അതിനു മുമ്പ് നമുക്ക് ആ ഒരു ഉറപ്പില്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങരുത് എന്ന് പറയും. അപ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വയ്ക്കുക. അതിനുള്ള ഉത്തരം പ്രപഞ്ചം തരും, ഗുരു തരും. അല്ലാതെ അതിന് മുമ്പ് വന്നിട്ട് സ്കാൻഡൽസും റൂമേഴ്സും ഒന്നും പരത്താതിരിക്കുക. ഓക്കെ, ഇത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ തലത്തിൽ നിന്നുള്ള ചിന്തകളുമാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏവർക്കും നന്ദി, നമസ്കാരം.